സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയ ഒരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പ്രസ് ചലഞ്ചിൻ്റെ പാർട്ട് 16 ആണ്. ഒന്നാമത്തെ ഉദാഹരണം ധാരാളമായി ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ദിസ് ഈസ് ടു മച്ച് എന്നാണ് പറയുക. അതല്ലെങ്കിൽ ദിസ് ഈസ് ഇനഫ് എന്നും നമുക്ക് പറയാവുന്നതാണ്. അടുത്ത ഒരു ഉദാഹരണം നോക്കിക്കേ. പ്രത്യേകിച്ചൊന്നുമില്ലേ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? പ്രത്യേകിച്ചൊന്നുമില്ലേ. നത്തിങ് സ്പെഷ്യൽ എന്നാണ് ചോദിക്കുക. നത്തിങ് സ്പെഷ്യൽ. അടുത്തൊരു ഉദാഹരണം വേറെ ഒന്നുമില്ല. നത്തിങ് മോർ എന്നാണ് പറയുക. വേറെ ഒന്നുമില്ല എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് നത്തിങ് മോർ. അടുത്തൊരു ഉദാഹരണം ഒട്ടും തന്നെയില്ല. നോട്ട് എ ബിറ്റ്. നോട്ട് എ ബിറ്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ നോട്ട് ഇൻ ദ ലീസ്റ്റ് എന്ന് പറയാം. നോട്ട് ഇൻ ദ ലീസ്റ്റ് എന്ന് പറയാം. അടുത്ത ഒരു ഉദാഹരണം നോക്കിക്കേ. വേറെ എന്തെങ്കിലും ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുക? എനിത്തിങ് എൽസ് എന്ന് ചോദിച്ചാൽ മതി. എനിത്തിങ് എൽസ്. അടുത്തൊരു ഉദാഹരണം തീരെയില്ല. തീരെയില്ല. നോട്ട് ദ ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. നോട്ട് ദ ലീസ്റ്റ്. അടുത്തൊരു ഉദാഹരണം എന്നാൽ ശരി ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുക? എന്നാൽ ശരി. ഓൾ റൈറ്റ് ദെൻ. ഓക്കെ ദെൻ. ഓൾ റൈറ്റ് ദെൻ. ഓക്കെ ദെൻ. ഇങ്ങനെ ഈ രണ്ട് രൂപത്തിലും പറയാവുന്നതാണ്. അടുത്തൊരു ഉദാഹരണം ദാ വരുന്നു ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ജസ്റ്റ് കമ്മിങ്. ജസ്റ്റ് കമ്മിങ് അല്ലെങ്കിൽ ഐ ആം കമ്മിങ്. ജസ്റ്റ് കമ്മിങ് അല്ലെങ്കിൽ ഐ ആം കമ്മിങ്. ദാ വരുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ഉദാഹരണം നോക്കിക്കേ. പുറത്ത് കാത്തു നിൽക്കൂ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? പുറത്ത് കാത്തു നിൽക്കൂ. വെയിറ്റ് ഔട്ട്സൈഡ്. വെയിറ്റ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ മതി. പിന്നാലെ വരൂ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഫോളോ മീ എന്ന് പറഞ്ഞാൽ മതി. ഫോളോ മീ. അടുത്തൊരു ഉദാഹരണം മിണ്ടാതിരിക്കൂ. കീപ് ക്വയറ്റ് എന്നോ അല്ലെങ്കിൽ ബി സൈലൻറ്റ് എന്നോ പറയാം. അല്ലെങ്കിൽ സൈലൻസ് പ്ലീസ് എന്നും പറയാവുന്നതാണ്. മിണ്ടാതിരിക്കൂ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുക? കീപ് ക്വയറ്റ് അല്ലെങ്കിൽ ബി സൈലൻറ്റ് അല്ലെങ്കിൽ പ്ലീസ് സൈലൻറ്റ് എന്ന് പറയാവുന്നതാണ്. അടുത്ത ഒരു ഉദാഹരണം നോക്കിക്കേ. നേരെ പോകൂ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഗോ സ്ട്രൈറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഓക്കെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ മതി. അടുത്ത ഒരു ഉദാഹരണം തുടരൂ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഗോ എഹെഡ് എന്ന് പറഞ്ഞാൽ മതി. ഗോ എഹെഡ്. അടുത്തൊരു ഉദാഹരണം ശ്രദ്ധിച്ചു കേൾക്കൂ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുക? ശ്രദ്ധിച്ചു കേൾക്കൂ. ലിസൺ കെയർഫുള്ളി എന്ന് പറയാവുന്നതാണ്. ലിസൺ കെയർഫുള്ളി. അതല്ലെങ്കിൽ ബി അറ്റൻറ്റീവ് എന്നും പറയാവുന്നതാണ്. ബി അറ്റൻറ്റീവ് എന്നും പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്രസ് ചലഞ്ചിൻ്റെ പാർട്ട് 16 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ പുതിയ ഒരുപാട് സെൻറ്റൻസുകൾ നിങ്ങൾ പഠിച്ചു. ഈ ഓരോ സെൻറ്റൻസുകളും ഉച്ചത്തിൽ പറഞ്ഞ് പരിശീലിക്കുക. നിങ്ങൾക്ക് സന്ദർഭം വരുന്ന സമയത്ത് എടുത്ത് പ്രയോഗിക്കുക. തീർച്ചയായിട്ടും ഈ എക്സ്പ്രസ് ചലഞ്ചിലൂടെ ഷെയർ ചെയ്യുന്ന ഓരോ സെൻറ്റൻസുകളും നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷ ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മൈ ഓൾ ക്ലാസ്സസ്.